ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നല്ല സ്വഭാവത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദീനാണ്. ആ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ സഹോദരങ്ങളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട, മുസ്ലിമായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അലങ്കരിക്കേണ്ട മനോഹരമായ സ്വഭാവമാണ് റിഫ്ഖ് അഥവാ സൗമ്യത കാണിക്കുക എന്നുള്ളത്. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം സൗമ്യതയുണ്ടാവുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റിഫ്ഖ് എന്നാൽ സഹോദരങ്ങളെ, ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ദേഷ്യത്തെ പിടിച്ചു വെച്ചുകൊണ്ട് അവരുടെ ജഹൽ എത്ര വലുതാണെങ്കിലും ശരി ഏറ്റവും മനോഹരമായി അവരോട് സംസാരിക്കുക, നമ്മുടെ അമലുകളെ, പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിഫ്ഖിനെ കുറിച്ച്, സൗമ്യതയെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ്. ഇമാം ബുഖാരി മുസ്ലിമും സഹീഹിൽ ഉദ്ധരിച്ച ഹദീസ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല റഫീഖാണ്, സൗമ്യതയുള്ളവനാണ്. യുഹിബ്ബു റിഫ്ഖ്, അല്ലാഹു സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹോദരങ്ങളെ, ഏത് മേഖലയിലാണെങ്കിലും ശരി, ആളുകളോട് സംസാരിക്കുന്ന സമയത്ത്, ആളുകളോട് എന്തെങ്കിലും രൂപത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന സമയത്ത് റിഫ്ഖോടുകൂടി, സൗമ്യതയോടുകൂടി നാം പ്രവർത്തിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. നോക്കൂ, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലാണോ, സംസാരത്തിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ റിഫ്ഖുള്ളത്, സൗമ്യതയുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത് ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹ്. ഏത് കാര്യത്തിലും ഒരാളുടെ പ്രവൃത്തിയിൽ റിഫ്ഖ് ഉണ്ടെങ്കിൽ അത് മനോഹരമായി തീരും, അത് ഏറ്റവും ഭംഗിയുള്ളതാകാതിരിക്കുകയില്ല. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏതിലെങ്കിലും ആകട്ടെ, സംസാരത്തിലോ ഇടപാടിലോ ആകട്ടെ, അതിൽ നിന്നും സൗമ്യത ഇല്ലാതായി പോയാൽ അത് ഏറ്റവും വികൃതമായി തീരും, മനോഹരമല്ലാതിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. സഹോദരങ്ങളെ, ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ കുടുംബത്തോട് സംസാരിക്കുന്ന സമയത്ത്, മക്കളോട് സംസാരിക്കുന്ന സമയത്ത്, ചുറ്റുമുള്ള ജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്, അയൽപക്ക മര്യാദകളിലെല്ലാം തന്നെ റിഫ്ഖ് ഉണ്ടായിരിക്കൽ വളരെ അനിവാര്യമായ കാര്യമാണ്. ആളുകൾക്ക് നമ്മുടെ ദീൻ അത് എളുപ്പം സ്വീകരിക്കാൻ സാധിക്കുക അത് ഏറ്റവും നല്ല രൂപത്തിൽ, സൗമ്യതയിൽ അവർക്കത് എത്തിച്ചു കൊടുക്കുമ്പോഴാണ്. അതുപോലെ കുടുംബത്തിന്റെ തർബിയത്തിന്റെ കാര്യത്തിൽ തന്റെ ഭാര്യയിലുള്ള കുറവുകൾ നിനക്ക് നികത്തണമെങ്കിൽ, മക്കളെ ഏറ്റവും നല്ല തർബിയത്തിൽ നിനക്ക് വളർത്തണമെങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൗമ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക അത് വളരെ അനിവാര്യമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഒരുപാട് ഫിത്നകളും അറിവില്ലായ്മയും വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിന്റെ മക്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിൽ റിഫ്ഖോടുകൂടി, സൗമ്യതയോടുകൂടി വർത്തിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനായിരുന്നു. ഖുർആനിൽ എന്ത് നന്മ നീ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ അത് അവിടുത്തെ ജീവിതത്തിലുണ്ട്. ഖുർആൻ ഏത് കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞിട്ടോ അത് ഏറ്റവും ബഹുദൂരം വിട്ടുനിന്നിട്ടുള്ളത് അവിടുന്ന്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിനക്ക് ഈ റിഫ്ഖിന്റെ മാതൃകകൾ കാണാൻ സാധിക്കും, സൗമ്യതയുടെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ്. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിനക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ പഠിക്കുക. എങ്ങനെയാണ് അവിടുന്ന് ചുറ്റുമുള്ള ആളുകളോട് പെരുമാറിയതെന്ന് പഠിക്കുക. ഭാര്യയോട് എങ്ങനെ പെരുമാറി, മക്കളോട് എങ്ങനെ പെരുമാറി, അല്ല കാഫിറുകളോട് പോലും, ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോലും എങ്ങനെയാണ് നാം ഒന്ന് പെരുമാറിയത് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ പഠിക്കേണ്ടത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യതയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും. ഓ നബിയെ, അല്ലാഹുവിന്റെ കാരുണ്യങ്ങൾ കൊണ്ടാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് നിനക്ക് ജനങ്ങളോട് സൗമ്യമായി പെരുമാറാൻ സാധിച്ചത്. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലംഫളു മിൻ ഹൗലിക്. നീ എങ്ങാനും പരുഷ സ്വഭാവിയും
കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ ജനങ്ങളെല്ലാം നിനക്ക് ചുറ്റും ഒരിക്കലും നിൽക്കുകയില്ല, അവർ ഓടിപ്പോകുമായിരുന്നു, അവർ നകന്നു പോകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, ആകയാൽ അതുകൊണ്ട് നീ അവർക്ക് മാപ്പ് കൊടുക്കുക, അതുകൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മനോഹരമായ സൗമ്യത അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചിരുന്നു എന്നാണ്. നോക്കൂ, ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ അവിടുത്തെ മസ്ജിദിലേക്ക് വിവരമില്ലാത്ത ഒരു ഗ്രാമീണൻ കടന്നു വരികയാണ്, ഒരു അഅറാബി കടന്നു വരികയാണ്. ആ അഅറാബിക്ക് ഒരു മസ്ജിദിന് നൽകേണ്ടതായ ഹക്കുകളെ കുറിച്ച് അറിയില്ല, അവിടെ എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയില്ല. അയാൾ വന്നുകൊണ്ട് ആ മസ്ജിദിന്റെ ഒരു ഭാഗത്ത് മൂത്രമൊഴിക്കുകയാണ്. സ്വഹാബികൾക്ക് ദേഷ്യം വന്നു. സ്വഹാബികളിൽ ചിലർ അയാളെ തടയുവാൻ വേണ്ടി, ശകാരിക്കാൻ വേണ്ടി മുതിർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബികളോട് പറഞ്ഞത് ദഅൂഹു, നിങ്ങൾ അവനെ വിട്ടേക്കുക. വഅഹ്രികു അലാ ബൗലിഹി ദനൂബൻ മിമ്മാ, ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആ മൂത്രം നിങ്ങളത് വൃത്തിയാക്കിക്കൊള്ളുക. ഫഇന്നമാ ബുഇസ്തും മുയസ്സിരീന വലാ ബുഇസ്തും വലം തുബ്അസു മുഅസ്സിരീൻ, തീർച്ചയായും അല്ലാഹു തആല നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ആളുകൾക്ക് എളുപ്പമുള്ളവരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാനാണ്. ഒരിക്കലും ആളുകൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ നിങ്ങളെ നിയോഗിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയുകയാണ്. ആ വ്യക്തിയെ തടയാൻ പറയുകയാണ്. കാരണം അയാൾക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അതുപോലെ തന്നെ അങ്ങനെ തടയുക എന്നുള്ളത് അയാൾക്കത് ദോഷം ചെയ്യുമെന്നറിയാം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൗമ്യത, സംസാരത്തിലുള്ള ഈ റിഫ്ക് ഉടനെ തന്നെ അയാളുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുകയാണ്. അയാൾ ഉടനെ തന്നെ അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇർഹംനി വ മുഹമ്മദ, അല്ലാഹുവേ എനിക്കും മുഹമ്മദിനും നീ കാരുണ്യം ചൊരിയണമേ. വലാ തർഹം മഅനാ അഹദാ, ഞങ്ങളോടൊപ്പം ഒരാൾക്കും നീ കാരുണ്യം ചൊരിയരുതേ എന്ന് ബാക്കിയുള്ളവർക്കെതിരെ ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തിരുത്തി, ലഖദ് ഹജ്ജർത വാസിഅ, അല്ലാഹു വിശാലമാക്കി അവന്റെ കാരുണ്യത്തെ നീ ചുരുക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, എവിടെയുള്ള പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവില്ലാതെ ഒരു കാര്യം പ്രവർത്തിച്ച വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഇസ്ലാമിനോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യം കാരണത്താൽ ഒരു വേള നമ്മൾ ഇങ്ങനെ ആയിരിക്കുമോ ഒരറിവില്ലാത്ത ആളുകളോട് പെരുമാറിയിട്ടുണ്ടാവുക? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. സഹോദരങ്ങളെ, മാന്യമായി ആളുകളോട് സംസാരിക്കുക, പെരുമാറുക എന്നുള്ളത് അവർക്ക് കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കാനും അവരുടെ അറിവില്ലായ്മയെ നീക്കം ചെയ്യാനും ഏറെ ഉപകരിക്കുന്ന കാര്യമാണ്. നോക്കൂ, മറ്റൊരിക്കൽ യഹൂദർ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ ദേഷ്യവും പകയും വെച്ച് നടക്കുന്നവരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ വ്യക്തമാകാത്ത രൂപത്തിൽ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ അത് അസ്സലാമു എന്നാണ് അസ്സലാമു എന്നാണെന്നോ വ്യക്തതയില്ല. ആ രൂപത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ സലാം പറയുക. നാശം, നിനക്ക് മരണമുണ്ടാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹക്ക് കേട്ടപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ടതായ വികാരമുണ്ടായി. അവർ പ്രതികരിച്ചു, അലൈക്കും ലഅനത്തുല്ലാഹി വഗളബുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോപവും ശാപവും ഉണ്ടാകട്ടെ എന്ന് പ്രതികരിക്കുകയുണ്ടായി. അവർക്ക് ദേഷ്യം പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, മഹ്ലൻ യാ ആയിഷ, ആയിഷ നീ പതുക്കെ, നീ ഒന്ന് അടങ്ങൂ. അലൈക ബിർരിഫ്ക്, നീ റിഫ്ക് കാണിക്കൂ. വഇയ്യാക വൽ ഉൻഫ വൽ ഫുഹ്ഷ്, നീ മോശം വാക്കുകളും സംസാരത്തിലെ പരിശുദ്ധയും ഒഴിവാക്കൂ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ മോശമായി പെരുമാറിയ യഹൂദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായി തിരിച്ചു പെരുമാറിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവർ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണ്. അവർ ചോദിച്ചു, അവലം തസ്മഅ മാ ഖാലു, അവർ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലം തസ്മഇ മാ ഖുൽത്, ഞാൻ തിരിച്ചു പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കും എന്ന് തിരിച്ചു പറഞ്ഞു. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെയുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, റദത്തു അലൈഹിം ഫയുസ്തജാബു ലി ഫീഹിം, ഞാൻ അവർക്ക് മടക്കിയിട്ടുണ്ട്, വഅലൈക്കും എന്ന് മടക്കിയിട്ടുണ്ട്. അല്ലാഹു എന്റെ ദുആക്കുള്ള ഉത്തരം സ്വീകരിക്കും. അവർക്ക് തന്നെയാണ് മരണവും ശാപവും, അവർക്ക് തന്നെയാണ് മരണമുണ്ടാകുന്നത്. വലാ യുസ്തജാബു ലഹും ഫീ, അവർ എനിക്ക് വേണ്ടി അസ്സാം എന്ന് പറഞ്ഞത് അള്ളാഹു ഒരിക്കലും അത് സ്വീകരിക്കാൻ പോകുന്നില്ല, ഉത്തരം ചെയ്യുകയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി പെരുമാറിയിട്ടുണ്ട്. നോക്കൂ, മറ്റൊരിക്കൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും സുമാമ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം.
അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സംഭവം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിനെ യുദ്ധ തടവുകാരനായി മസ്ജിദുൻ നബവിയിലേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ്. അദ്ദേഹത്തെ മസ്ജിദുൻ നബവിയിലെ തൂണുകളിൽ ഒരു തൂണിൽ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയെ കാണുന്നുണ്ട്. ഈ വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങി, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. ഇയാൾ പറയുകയുണ്ടായി, യാ മുഹമ്മദ് വല്ലാഹി മാ കാന അലാ വജ്ഹിൽ അർളി അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്. എനിക്ക് ദുനിയാവിൽ ഈ ഭൂമിപ്പുറത്ത് താങ്കളുടെ മുഖത്തോളം വെറുപ്പുണ്ടായിരുന്ന ഒരു മുഖവും എനിക്കുണ്ടായിട്ടില്ല. ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായിട്ടാണ് അയാൾ മദീനയിലേക്ക് എത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബുൽ വുജൂഹി കുല്ലിഹാ ഇലൈ. എനിക്ക് ഇന്ന് എല്ലാ മുഖങ്ങളെക്കാളും താങ്കളുടെ മുഖമാണ് ഏറ്റവും പ്രിയങ്കരമായ മുഖം എന്ന് പറയുകയുണ്ടായി. നോക്കൂ, ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്രയധികം വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ച ഒരു വ്യക്തി മാറ്റമുണ്ടാകാൻ കാരണം എന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച പെരുമാറ്റമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ഉള്ളിലുള്ള മോശത്തരം പോലെ തിരിച്ചു പെരുമാറിയില്ല. മറിച്ച് ദീനിനെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി പെരുമാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അയാൾ പറഞ്ഞു, വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക്. എനിക്ക് ദീനുൽ ഇസ്ലാം പോലെ വെറുപ്പുള്ള ഒരു മതം വേറെ ഉണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ദീനുക അഹബ്ബുൽ അദിയാനി ഇലൈ. എന്നാൽ മറ്റെല്ലാ മതങ്ങളെക്കാൾ ഞാനിതാ ദീനുൽ ഇസ്ലാമിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗള ഇലയ്യ മിൻ ബലദിക്. നിന്റെ ഈ രാജ്യത്തെക്കാൾ വെറുപ്പുള്ള ഒരു രാജ്യം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഫഅസ്ബഹ ബലദുക അഹബ്ബുൽ ബിലാദി ഇലൈ. എന്നാൽ ഇന്നെല്ലാ രാജ്യങ്ങളെക്കാളും താങ്കളുടെ ഈ രാജ്യമാണ് എനിക്കിഷ്ടം എന്ന് അയാൾ പറയുകയുണ്ടായി. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ പെരുമാറ്റം ഒരാളുടെ ഇസ്ലാം ആശ്ലേഷണത്തിലേക്ക് വഴിവെക്കുകയാണ്. നമുക്ക് വലിയ പാഠമുള്ള കാര്യമാണത്. നമുക്ക് ചുറ്റും ഇസ്ലാമിന്റെ ശത്രുക്കളാണ് കൂടുതലും. ഇസ്ലാമിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം അവന്റെ സ്വഭാവം കൊണ്ടും ജീവിതം കൊണ്ടും യഥാർത്ഥ ഇസ്ലാം എന്താണ്, ശരിയായ ഇസ്ലാം എന്താണ്, അതിന്റെ മനോഹാരിത എപ്പോഴും കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത സഹോദരങ്ങളെ നമുക്കുണ്ട്. അത് സോഷ്യൽ മീഡിയയിലാകട്ടെ, നേരിട്ടിടപാടുകളിലാകട്ടെ, എവിടെയാകട്ടെ ഒരു മുസ്ലിം ഏറ്റവും മനോഹരമായ സ്വഭാവം അവൻ കാഴ്ചവെക്കേണ്ടതുണ്ട്. അവന്റെ അയൽവാസിയായത് ഒരു മുസ്ലിം അല്ലാത്തവനാണെങ്കിലും ശരി, അവന്റെ കച്ചവടത്തിൽ ഇടപാടുള്ളത് മുസ്ലിം അല്ലാത്ത ഒരാളാണെങ്കിലും ശരി, അവൻ ഏറ്റവും നല്ല ഇസ്ലാമിന്റെ നീതിയുടെയും ഇസ്ലാമിന്റെ ശരിയായ സ്വഭാവം സഹോദരങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് അവർ നമ്മുടെ സ്വഭാവവും ജീവിതവും കണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, ഈ റിഫ്ഖ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ദഅവത്തിന്റെ മേഖലയിൽ, അതുപോലെ നമ്മുടെ മക്കളെ തർബിയത്ത് ചെയ്യുന്ന മേഖലയിൽ നാം വളരെ കൃത്യമായി ശരിയായി രീതിയിൽ പ്രയോഗിക്കേണ്ട കാര്യമാണ്. നമ്മൾ ദഅവത്തുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാരോ മതവിദ്യാർത്ഥികളോ അല്ലാതെ തന്നെ നമ്മൾ ഓരോരുത്തരും ആളുകളുമായി ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. മുസ്ലിം എന്നോ മുസ്ലിം അല്ല എന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ പുലർത്തേണ്ട കാര്യമാണ് റിഫ്ഖ് എന്നുള്ള കാര്യം. നോക്കൂ, മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഈജിപ്തിൽ ഫിർഔനിന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ പോകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന നിർദ്ദേശം നോക്കൂ, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ രണ്ടുപേരും ഫിർഔനിനോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അവൻ ലഅല്ലഹു യതദക്കറു യഖ്ശ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുകയും ഒരു വേള ഭയപ്പെടുകയും ചെയ്തേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നോക്കൂ, ഫിർഔൻ എന്ന് പറയുന്നത് ഞാനാണ് ഇലാഹ് എന്ന് പറഞ്ഞവനാണ്, ഞാനാണ് ലോകങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞവനാണ്. അള്ളാഹുവിന് അറിയുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും അക്രമിയായ ഫിർഔനിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ പോലും ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ രൂപത്തിൽ പെരുമാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, ഒരിക്കൽ മഹാനായ യഹ്യ ഇബ്നു മുആദിന്റെ അടുക്കൽ ഒരാൾ ഈ ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന എന്ന ആയത്ത് പാരായണം ചെയ്തപ്പോൾ അദ്ദേഹം കരയുകയുണ്ടായി. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു എന്നാണ്, ഇലാഹി ഹാദാ റിഫ്ഖുക ബിമൻ യഖൂലു അന ഇലാഹ്. എന്റെ റബ്ബേ, എന്റെ ഇലാഹേ, ഞാനാണ് ഇലാഹ് എന്ന് പറയുന്ന ഒരുവനോടുള്ള നിന്റെ റിഫ്ഖാണിത്, നിന്റെ സൗമ്യതയാണിത്. ഫകൈഫ റിഫ്ഖുക ബിമൻ യഖൂലു അൻതൽ ഇലാഹ്. അപ്പോൾ നീയാണ് ഇലാഹ് എന്ന് പറയുന്ന ഒരു മുസ്ലിമിനോട് നീ കാണിക്കുന്ന സൗമ്യത എത്രയായിരിക്കും, അള്ളാഹുവിന്റെ റിഫ്ഖ് എത്രയായിരിക്കും എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കരയുകയാണ്.
നോക്കൂ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പാഠമുണ്ട്. ഒരു കാഫിറായ വ്യക്തിയുടെ അടുക്കലേക്കും ദീൻ എത്തിക്കുന്ന സമയത്ത് ഇത്രയും റിഫ്ക് നമ്മൾ കാണിക്കണമെങ്കിൽ മുസ്ലിമീങ്ങളായ നമുക്ക് ചുറ്റുമുള്ള ഏറെ ജഹല് വ്യാപിച്ച ഈ കാലഘട്ടത്തിൽ അവരുടെ അറിവില്ലായ്മ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എത്രമാത്രം റിഫ്ക്, എത്രമാത്രം കാരുണ്യത്തിൽ, സൗമ്യതയിൽ നമ്മൾ വർത്തിക്കേണ്ടതുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സാന്ദർഭികമായി എന്റെ മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ഡിതന്മാർ ചിലപ്പോൾ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായ ആളുകൾ, ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആളുകൾ, അവർ മുസ്ലിമീങ്ങളെ, സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്ന വേളയിൽ, അവർക്ക് തെറ്റായ നിർദ്ദേശങ്ങൾ നൽകുന്ന വേളയിൽ അവരെ കണിശമായ ഭാഷയിൽ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഇതിനെതിരല്ല, മറിച്ച് അത് ദീനുൽ ഇസ്ലാമിന്റെ അനിവാര്യതയിൽപ്പെട്ട കാര്യമാണ്. മുൻഗാമികൾ, സ്വഹാബികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. ദീനുൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന വേളയിൽ സഹോദരങ്ങളെ, ജനങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടി അവരോട് ശക്തമായ ഭാഷയിൽ എതിർക്കുകയും അവരെ ആളുകൾക്ക് മുമ്പിൽ അത്തരം ഇസ്ലാമിന്റെ ദീനിന്റെ വികൃതമാക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഇതിനെതിരല്ല എന്നുള്ള കാര്യം നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. അതല്ല എങ്കിൽ ചില ആളുകൾ ചിലപ്പോൾ ശിർക്കും ബിദ്അത്തൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, സലഫികൾ അവർക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന വേളയിൽ ആളുകൾ പറയും, അല്ല ഇവരല്ലേ പറഞ്ഞത് റിഫ്ക് വേണമെന്ന്, ഇവരല്ലേ പറഞ്ഞത് സൗമ്യത വേണമെന്ന്. ശരിയാണ് സഹോദരങ്ങളെ, ഏറ്റവും മനോഹരമായ സൗമ്യതയിൽ ആളുകളോട് വർത്തിക്കുക എന്നത് തന്നെയാണ് അടിസ്ഥാനം. പക്ഷേ ചില ആളുകളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയിട്ടില്ല എങ്കിൽ ജനങ്ങൾ മുഴുവനും അവന്റെ വഴികേടിൽ പോകുമെന്നുള്ള ഏറ്റവും വലിയ മസ്ലഹത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരം ആളുകളെ എതിർക്കുക എന്നുള്ളത് അതും ദീനിൽപ്പെട്ട കാര്യമാണ് എന്ന് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് മനുഷ്യരല്ലാത്ത പച്ചക്കരലുള്ള മുഴുവൻ ജീവികളോടും ഏറ്റവും നല്ല സൗമ്യത കാണിച്ചത് കാണാൻ സാധിക്കും. നോക്കൂ, അറക്കുന്ന വേളയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറവുകാരോട് പറയുന്ന വാക്കുകൾ എന്താണ്? നിങ്ങൾ അറക്കുന്ന വേളയിൽ നിങ്ങളുടെ കത്തിയുടെ മൂർച്ച നന്നായി കൂട്ടട്ടെ, ഒരിക്കലും അതിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ 2 മരണം കൊടുക്കുന്ന രൂപത്തിൽ, മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണഭയം കൊടുക്കുന്ന വേളയിൽ രൂപത്തിൽ നിങ്ങൾ അതിനെ പേടിപ്പിക്കാൻ പാടില്ല. കത്തിമൂർച്ച കൂട്ടേണ്ടത് വേറൊരു സ്ഥലത്ത് നിന്നാണ്. നല്ല മൂർച്ചയിൽ കത്തിവെച്ചാൽ അതിനേറ്റവും എളുപ്പമുണ്ടാകും. അങ്ങനെ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് അതിനെ ശക്തമായി ഒട്ടകത്തിന്റെ മൂക്കുകയർ വലിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈകി ബിർരിഫ്ഖ്, നീ റിഫ്ഖോട് കൂടി അതിനെ വലിക്കുക എന്നാണ്. നീ അതിനെ എളുപ്പമുള്ള വേദനയാക്കുന്ന രൂപത്തിൽ ചെയ്യരുത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തിരുത്തേണ്ട കാര്യമാണ്. നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഭാര്യയോട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ തിരുത്താറുള്ളത്? മക്കൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ചെയ്യുമ്പോൾ, കുറവുകൾ വരുത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തിരുത്താറുള്ളത്? പലപ്പോഴും നമുക്ക് ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ആത്മരോഷം കാരണത്താൽ റിഫ്ക് എന്ന സ്വഭാവം ആളുകൾ മറന്നുപോകാറുണ്ട്. ഞാൻ ഇസ്ലാമിന് വേണ്ടിയല്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ ഏറ്റവും നല്ല സ്വഭാവം മറന്നുകൊണ്ട് അവർ പരുഷമായ രീതിയിൽ സംസാരിച്ചേക്കും. ഫലമോ ആളുകൾ ദീനുൽ ഇസ്ലാമിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥയുണ്ടായേക്കും. മക്കൾ ദീനിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാക്കും. അതുകൊണ്ട് ദീനിനു വേണ്ടി ആത്മരോഷം കൊള്ളുന്ന പിതാക്കൾ, ദീനിനു വേണ്ടി ആത്മരോഷം കൊള്ളുന്ന മാതാക്കൾ മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. ശരിയാണ്, മക്കൾ പല വികൃതിയും കാണിക്കും, നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കും, മറ്റു പല മോശപ്പെട്ട സംസാരങ്ങൾ ചിലപ്പോൾ സംസാരിച്ചേക്കും. പക്ഷെ തിരുത്തുന്ന വേളയിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ മക്കളെ റാഞ്ചാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് ശത്രുക്കൾ ചുറ്റുമുണ്ട്. നിങ്ങൾ വളരെ മോശമായി പെരുമാറുകയും ഈ മോശപ്പെട്ട സ്വഭാവത്തിന്റെയും ദീനിന്റെയും അതുപോലെയുള്ള ഫസാദിന്റെയും ആളുകൾ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്താൽ നമ്മുടെ കുട്ടികൾ അവർക്ക് വിവരമില്ല. അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ട്, നിങ്ങൾ ക്ഷണിക്കുന്ന ദീനിൽ നിന്നും അകന്നുകൊണ്ട് മോശപ്പെട്ട ആളുകളുടെ വലയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ മറ്റൊരാൾക്കും നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറണം. നിങ്ങൾ നല്ല ക്ഷമ വേണം. കോപമുണ്ടാകുന്ന വേളയിൽ അങ്ങേയറ്റം ക്ഷമയുണ്ടെങ്കിലേ സഹോദരങ്ങളെ നമുക്ക് റിഫ്കോടുകൂടി, സൗമ്യതയോടുകൂടി പെരുമാറാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിരന്തരം ദുആ ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും ആവശ്യക്കാരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ദുആ നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അമാലി വൽ അഹ്വാ. നമ്മൾ പതിവാക്കേണ്ട ദുആയാണ്. അല്ലാഹുവേ, മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്നും, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും
മോശപ്പെട്ട ദേഹേച്ഛകളിൽ നിന്നും ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നുള്ള ദുആ നമ്മൾ എപ്പോഴും പതിവാക്കുക. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരും എന്ന പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുക. അതല്ലാതെ എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാനൊന്നും ഇനി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്ന നിരാശയോടുകൂടി നമ്മൾ വർത്തിക്കാൻ പാടില്ല. മറിച്ച് എനിക്ക് നന്നാകേണ്ടതുണ്ട്, അതെന്റെ സ്വർഗ പ്രവേശനത്തിന് കാരണമാകുന്നതാണ്, എനിക്ക് നന്നാകേണ്ടതുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുക. കാരണം നല്ല നൈർമല്യത്തോടുകൂടി നമ്മൾ പെരുമാറുകയാണെങ്കിൽ, സൗമ്യതയോടുകൂടി പെരുമാറുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്തയെ അറിയിച്ചത് അത്തരക്കാരെ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. ഹുരിമ അലന്നാരി കുല്ലു ഹയ്യിൻ ലയ്യിൻ സഹ്ലിൻ ഖരീബിൻ മിനൻ നാസ്. ജനങ്ങളോട് അടുപ്പവും സൗമ്യതയും നൈർമല്യവും വിട്ടുവീഴ്ചയും എല്ലാം ഉള്ള ആളുകൾക്ക് നരകം നിഷിദ്ധമായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം റിഫ്ഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വഖൂലു മാ സമിഅ്തും വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ഹിജരി കലണ്ടറിൽ ഒന്നാമത്തെ മാസമായ മുഹറത്തിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അറബി മാസത്തിലെ ഒന്നാമത്തെ മാസമാണ് ഹിജറ. ഹിജറയിൽ ഒന്നാമത്തെ മാസമാണ് അൽ മുഹറം എന്നുള്ളത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജറ 16-ാം വർഷമാണ് മറ്റുള്ളവരുമായി കൂടി ആലോചിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായ ഒരു കലണ്ടർ വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനാധാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് തീരുമാനിക്കുകയും പിന്നീട് കൂടി ആലോചിച്ചുകൊണ്ട് ഒന്നാമത്തെ മാസമായി മുഹറമിനെ അവർ സ്വീകരിക്കുകയും ചെയ്തു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മാസങ്ങളുടെ കൂട്ടത്തിൽ 4 മാസങ്ങൾക്ക് പവിത്രത നൽകിയിട്ടുണ്ട്. അതിൽ 3 മാസങ്ങൾ തുടരെയുള്ളതാണ്. ദുൽഖഅദയും ദുൽഹിജ്ജയും ഒപ്പം മുഹറവും തുടരെയുള്ളതാണ്. റജബ് 4-ാമത്തെ മാസവുമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന, അതുപോലെ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്ന ഹാജിമാർക്ക് അവർക്ക് യാത്രകളും മറ്റും എളുപ്പമാകാനാണ് ഈ മാസത്തെ പവിത്രതയുള്ള മാസമാക്കി പ്രഖ്യാപിച്ചത് എന്ന, അഥവാ യുദ്ധം നിഷിദ്ധമായ മാസമാണ് മുഹറമായ മാസം. അതുപോലെ തന്നെ മറ്റു മാസങ്ങളെക്കാൾ സഹോദരങ്ങളെ ഈ മാസത്തിന് ശ്രേഷ്ഠതയുണ്ട്. പ്രത്യേകിച്ചും മുഹറം മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്കാണ് ചേർത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹി അൽ മുഹറം. റമളാൻ മാസത്തെ നോമ്പിന് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിനാണ് എന്നാണ്. അള്ളാഹുവിന്റെ മാസം എന്നുള്ള ഒരു പ്രത്യേകത സഹോദരങ്ങളെ മുഹറത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസം മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. എന്താണ് ഈ മാസത്തിലേക്ക് പ്രവേശിച്ച ഒരു മുസ്ലിം ചെയ്യേണ്ടത്? സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായ ദുആകളോ ദിക്റുകളോ ഒന്നും തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ ഈ മാസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ നോമ്പ് മറ്റു റമളാൻ കഴിഞ്ഞാൽ മറ്റുള്ള മാസങ്ങളിലേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഈ മാസത്തിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ നമുക്ക് സാധിക്കുന്ന അത്ര സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ ഏറ്റവും സഹോദരങ്ങളെ ശ്രേഷ്ഠതയുള്ള മാസം ഈ മാസമാണെന്ന് മനസ്സിലാക്കുക. അതിൽ പ്രത്യേകിച്ചും മുഹറം മാസത്തിന്റെ 10-ാമത്തെ ദിവസം ആശൂറ, ആ ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് വലിയ ഖൈറുള്ള കാര്യമാണ്. ആ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത് അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെയും കൂട്ടരിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വലിയ രക്ഷ നൽകിയിട്ടുള്ള മാസമാണെന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി. ഫവജദൽ യഹൂദ സിയാമൻ യൗമ ആശൂറ. യഹൂദർ ആശൂറ ദിവസം മുഹറത്തിന്റെ 10ന്റെ അന്ന് നോമ്പെടുക്കുന്നതായി കണ്ടു. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ഹാദൽ യൗമുൽ ലദീ തസൂമൂന. നിങ്ങൾ ഈ എടുക്കുന്ന ഈ നോമ്പുണ്ടല്ലോ അതെന്താണ്? എന്തിനാണ് ഈ ദിവസം നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു. ഫഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീം. ഇതൊരു മഹത്തരമായ ദിവസമാണ്.
അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയെയും കൂട്ടരെയും ഈ ദിവസത്തിലാണ് രക്ഷപ്പെടുത്തിയത്. വഗറഖ ഫിർഔന വഖൗമഹ. ഫിർഔനിനെയും അവന്റെ ആളുകളെയും മുക്കിക്കൊന്ന ദിവസമാണത്. ഫസാമഹു മൂസ ശുക്ര ഫനഹ്നു നസൂമു. അങ്ങനെ നന്ദി സൂചകമായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ഞങ്ങളും അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് യഹൂദർ പറഞ്ഞു എന്നാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ മക്ക കാലഘട്ടത്തിൽ തന്നെ, അതോ അവിടുന്ന് നബിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്ന കാലത്തിന് മുമ്പ് തന്നെ ഈ ദിവസം നോമ്പെടുത്തിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന ഖുറൈശ് തസൂമു ആശുറ ഫിൽ ജാഹിലിയ്യ. ഖുറൈശികൾ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് തന്നെ ഈ ദിവസം നോമ്പെടുക്കുമായിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. ഫലമ്മ ഹാജറ ഇലൽ മദീന സാമ വഅമറ ബിസ്സിയാം. അങ്ങനെ മദീനയിൽ എത്തിയപ്പോൾ അവിടുന്ന് നോമ്പനുഷ്ഠിക്കുകയും സ്വഹാബികളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ തന്നെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യഹൂദരോട് പറയുന്നതായിട്ട് കാണാം, ഫനഹ്നു അഹഖു വഔലാ ബിമൂസ മിൻകും. ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ളത്, ഞങ്ങൾക്കാണ് കൂടുതൽ ബാധ്യതയുള്ളത്. ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിസ്സിയാമി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പെടുക്കുകയും സ്വഹാബത്തിനോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ആദ്യ കാലഘട്ടത്തിൽ റമളാൻ നോമ്പ് അത് ഫർളാകുന്നതിന് മുമ്പ് ആശുറ നോമ്പെടുക്കൽ നിർബന്ധമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഫലമ്മ ഫുരിള ശഹ്റു റമളാൻ ഖാല മൻ ശാഅ സോമഹ വമൻ ശാഅ തറക. റമളാനിന്റെ നോമ്പ് നിർബന്ധമായപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഇനി ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പെടുക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് ഒഴിവാക്കാം, അഥവാ ഫർളില്ല എന്ന് പറഞ്ഞു. എന്നാൽ സഹോദരങ്ങളെ, ഈ മാസത്തെ ഈ ദിവസത്തെ നോമ്പിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അവിടുന്ന് അറിയിച്ചത് വസിയാമു യൗമി ആശുറ. ആശുറ ദിവസത്തിൽ നിങ്ങൾ എടുക്കുന്ന നോമ്പ് അഹ്തസിബു അലല്ലാഹി അയ്യുകഫിറ സനതല്ലതി ഖബല. നിങ്ങൾ ഇതാ ഒരു വർഷം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ നിങ്ങൾക്ക് സംഭവിച്ചു പോയ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരുന്ന നോമ്പാണ് എന്നാണ് അവിടുന്ന് അറിയിച്ചിട്ടുള്ളത്. എന്നിട്ട് സഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു, ലൈൻ ബഖീത ഇലാ ഖാബിൽ, ഞാനിതാ വരും വർഷം ജീവിക്കുകയാണെങ്കിൽ ലഅസൂമന്ന താസിയ, ഞാൻ 9ാമത്തെ ദിവസം നോമ്പെടുക്കുമായിരുന്നു എന്നാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം തന്നെ വഫാത്തായി പോകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വരുന്ന മുഹറത്തിന്റെ 9ഉം 10ഉം ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. 10ാമത്തെ ദിവസത്തിന്റെ നോമ്പിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് ആ 10ന്റെ കൂടെ ഒരാൾ 9 കൂടി നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ഹൈറായ കാര്യമാണ്. ഇന്നൊരാൾ 10ന്റെ അന്ന് മാത്രമാണ് നോമ്പെടുക്കുന്നതെങ്കിലും അതിൽ യാതൊരു കുഴപ്പവുമില്ല, അവൻ ഈ പറയുന്ന പ്രതിഫലം അവന് ലഭിക്കുകയും ചെയ്യും. സ്വഹാബികൾ അവരുടെ മക്കളെ പോലും ഈ നോമ്പ് നോൽപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവർ പറയുന്നുണ്ട്, ഫകുന്ന ബഅദ ദാലിക നസൂമു, അതിനുശേഷം ഞങ്ങളെല്ലാം നോമ്പെടുക്കുമായിരുന്നു. വനുസവ്വിമു സുബിയാനന സിഗാർ, ഞങ്ങളുടെ ചെറിയ കുട്ടികളെ നമ്മൾ നോമ്പെടുപ്പിക്കുമായിരുന്നു. ഫൈദാ സഅലൂന അത്അം അഅതൈനാഹുമുൽ ലുഅബ തുൽഹീഹിം ഹത്താ യുതിമ്മു സൗമഹും. അവരിങ്ങനെ വിശപ്പ് കൊണ്ട് അവർ വല്ലതും ഭക്ഷണവും മറ്റും ചോദിച്ചാൽ ഞങ്ങൾ ചില ടോയ്സ് ഒക്കെ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ കളിക്കാൻ കൊടുക്കും, അവർ ശ്രദ്ധ തെറ്റിച്ചിട്ട് അവരുടെ നോമ്പ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്ന് സ്വഹാബികൾ പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ സാധിക്കുന്ന എത്ര സുന്നത്ത് നോമ്പുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. അതുപോലെ പ്രത്യേകിച്ചും മുഹറത്തിന്റെ 10ാമത്തെ ദിവസം നമ്മൾ നോമ്പനുഷ്ഠിക്കുക, വലിയ പ്രതിഫലമുണ്ട്. നമ്മുടെ കുടുംബക്കാരോടും വീട്ടുകാരോടും ഒക്കെ പറയുക. അതുപോലെ തന്നെ സാധിക്കുന്ന രൂപത്തിൽ മറ്റു ദിവസങ്ങളിൽ നോമ്പെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് കൊടുക്കേണ്ടതായ എല്ലാവിധ ഈ മാസത്തിന് കൊടുക്കേണ്ടതായ ഹക്കുകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ സഹോദരങ്ങളെ രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ ശിഫയാക്കുകയും അവരുടെ ആരോഗ്യം അള്ളാഹു വീണ്ടെടുത്ത് നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.